ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ 2025 ജൂണിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് നെറ്റ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അധികം ഡിലേ ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഹൂ സ്റ്റേറ്റഡ് there is nothing absolute in management affairs, seldom do we have to apply the same principles twice as in identical condition, allowance must be made for different changing circumstances. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഒരു ഫ്രേസ് തന്നിട്ടുണ്ട്, അതായത് ആരോ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കുള്ള ഓപ്ഷൻസിൽ നിന്നും ആരായിരിക്കും അതിനെക്കുറിച്ച് പറയാൻ സാധ്യതയുള്ളത് എന്ന രീതിയിൽ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ആ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് സംസാരിക്കുന്നത് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്, മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒപ്പം തന്നെ അലവൻസസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാവരും അലവൻസസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഈ രണ്ട് കീവേഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് വേണം നമ്മൾ ഓപ്ഷൻസിൽ നിന്നും ആരായിരിക്കാം ഇതിനെക്കുറിച്ച് പറയാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓപ്ഷൻ എ ഹെൻറി ഫയോൾ, വുഡ്രോ വിൽസൺ, ആഡം സ്മിത്ത്, ത്രിദിവ് ചക്രബർത്തി. നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരും കുറെ പേർക്കൊക്കെ ആൻസർ ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. മാനേജ്മെന്റിനെ കുറിച്ചിട്ടും അലവൻസസിനെ കുറിച്ചിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോൾ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം അതാണോ ആൻസർ എന്ന്. യെസ്, ഹെൻറി ഫയോൾ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഹെൻറി ഫയോൾ ആരാണെന്ന് നോക്കാം. ഹെൻറി ഫയോൾ ആരാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹെൻറി ഫയോൾ. നമ്മൾ വേറൊരു ഫാദറും കൂടിയുണ്ട്, അതായത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആരാണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? FW ടൈലർ ആണ്. ഓക്കെ, അതൊരിക്കലും മാറിപ്പോവാൻ പാടില്ല. ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് ആണ് ഹെൻറി ഫയോൾ. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് FW ടൈലർ. ഓക്കെ, ഹെൻറി ഫയോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു തിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 5 ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്. ഇതാണ് ഈ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന രീതിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അതിനകത്ത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്, സെൻട്രലൈസേഷൻ ഇൻ മാനേജ്മെന്റ്, ഇതുപോലെ കുറെ പോയിന്റ്സും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിലൂടെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഓപ്ഷൻസിൽ നമുക്ക് 4 പേരുണ്ടായിരുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ മാനേജ്മെന്റിനെ കുറിച്ചും ഈ സ്റ്റേറ്റ്മെന്റും പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് ഹെൻറി ഫയോൾ ആണ്. നമുക്ക് അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. ഒപ്പം തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കുക, പറ്റുന്നവരൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കുക, ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. അലവൻസസിനെ കുറിച്ചും അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാനേജ്മെന്റിന്റെ ആക്യുറസി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി അലവൻസസ് പ്രൊവൈഡ് ചെയ്യുക പോലെയുള്ള കൺസെപ്റ്റുകളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് പാകിസ്ഥാൻ? കറണ്ട് പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. 2025 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ജൂണിലെ. ആ സമയത്ത് ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ് ഹിന റബാനി ഖാർ, നവാസ് ഷെരീഫ്, ആസിഫ് അലി സർദാരി, ബിലാൽ വാൽ ഭൂട്ടോ. ദാറ്റ് ഈസ് ആസിഫ് അലി സർദാരി. ഓക്കെ, ബേനസീർ ഭൂട്ടോന്റെ സ്പൗസ് ആയിരുന്നു. അദ്ദേഹം 2024 ഓഫീസിലേക്ക് പ്രസിഡന്റ് ആയിട്ട് അധികാരം ഏൽക്കുന്നത്. ഓക്കെ, ആസിഫ് അലി സർദാരി. ഇതുപോലെയുള്ള ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയുമായിട്ട് വളരെയധികം പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പുതിയ പ്രസിഡന്റുമാരും പുതിയ പവർ കൈമാറ്റങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, കാരണം അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ആസിഫ് അലി സർദാരിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ദ ബുക്ക് 6 Glorious Epochs of Indian History was written by. 6 Glorious Epochs of Indian History എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയിട്ടുള്ളത്? മഹാത്മാഗാന്ധി, കാൾ മാർക്സ്, സ്വാമി വിവേകാനന്ദ, VD സവർക്കർ. എല്ലാവർക്കും അറിയായിരിക്കും, VD സവർക്കറിന്റെ പുസ്തകമാണ് 6 Glorious Epochs of Indian History എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ് 1923 അദ്ദേഹം എഴുതിയിട്ടുള്ള ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകവും പിന്നെ 1909 എഴുതിയിട്ടുള്ള The Indian War of Independence 1857. The Indian War of Independence 1857. ഈ 2 പുസ്തകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, VD സവർക്കറിന്റെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കുറച്ച് ഇന്ത്യൻ തിങ്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ തിങ്കേഴ്സ്, ഇന്ത്യൻ പൊളിറ്റീഷ്യൻസും ഒക്കെ, അവരുടെയൊക്കെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഓർത്തു വെക്കുക.
ഓക്കെ, ചോദിക്കാറുണ്ട്, ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത വീഡിയോസ് അവർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പണ്ഡിത രമാഭായ് വാസ് അസോസിയേറ്റഡ് വിത്ത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് പണ്ഡിത രമാഭായ് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ ആർമി, മുക്തി മിഷൻ, ദ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി, ധർമ്മസഭ. സോ ഇതിലേതാണ്? മുക്തി മിഷൻ ആണ് അല്ലേ? മുക്തി മിഷൻ ആണ് പണ്ഡിത രമാഭായ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ നമുക്ക് ഈ മുക്തി മിഷൻ എന്താണെന്ന് നോക്കാം. പണ്ഡിത രമാഭായ് വാസ് അസോസിയേറ്റഡ് വിത്ത് മുക്തി മിഷൻ, എ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഷീ ഫൗണ്ടഡ് ഇൻ 1889. 1889 പണ്ഡിത രമാഭായ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണ് മുക്തി മിഷൻ എന്ന് പറയുന്നത്. മുക്തി മിഷൻ ആക്ച്വലി ആർക്കായിരുന്നു? വെൽഫെയർ ഓഫ് ദി വിഡോഡ് വുമൺ, അതായത് വിഡോസ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും ലഭിക്കാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു മിഷൻ. ഓക്കെ, she was a social reformer, educator and feminist who played a crucial role in promoting women's rights and education in India. So ഇന്ത്യയിലെ സ്ത്രീകളുടെ ഫ്രീഡത്തിനും റൈറ്റ്സിനും എഡ്യൂക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണ് മുക്തി മിഷൻ എന്ന് പറയുന്നത്. പണ്ഡിത രമാഭായി ആണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 1889 മുക്തി മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. പണ്ഡിത രമാഭായി ആ ഇയർ എന്താണ് ആ മിഷൻ എന്നും എന്താണ് അതിന്റെ പർപ്പസ് എന്നും നോക്കുക. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യനും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ ഡൈഡ് ഇൻ ഓഫീസ്? സോ ഓഫീസിൽ വെച്ച് മരണപ്പെട്ട പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റുമാർ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എ. നീലം സഞ്ജീവ റെഡ്ഡി, ബി. ഡോക്ടർ ജാക്കിർ ഹുസൈൻ, സി. വി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ബി ഡി ജെട്ടി. സോ ഇതിൽ ആരാണ് ഓഫീസിൽ വെച്ച് മരണപ്പെട്ടിട്ടുള്ളത്? പ്രസിഡന്റ് ആയിരിക്കെ, അതായത് അവർ പ്രസിഡന്റ് ആയിട്ടുള്ള ഓഫീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കെ ആ പദവിയിൽ ഇരുന്ന് തന്നെ മരണപ്പെട്ടിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ഡോക്ടർ ജാക്കിർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദും ആണ് അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള രണ്ടുപേര്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, ബി ഡി. യെസ്, ബി ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ജാക്കിർ ഹുസൈൻ 3rd പ്രസിഡന്റ് ആയിരുന്നു. 1969 അദ്ദേഹം മരിക്കുന്നത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 6th പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മരിക്കുന്നത് 1977. ഓക്കെ, സോ ഇതിലൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ലല്ലോ. സോ ഈ രണ്ടുപേരാണ് ഓഫീസിലിരിക്കെ, പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി വഹിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടത്. സോ നമുക്കിനി 6ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ലോകസഭാ സ്പീക്കേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട് ലിസ്റ്റ് എയിൽ. അതിനനുസരിച്ച് നമ്മൾ ലിസ്റ്റ് 2ൽ അവരുടെ ടെന്യൂറിനനുസരിച്ച് അവർ ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് ജോലിയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്പീക്കറായിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്ന രീതിയിലുള്ള ടെന്യൂറിനനുസരിച്ച് നമ്മൾ മാച്ച് ദ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ റാബി റേ ആൻഡ് ഡോക്ടർ ബൽറാം ജാഗർ, ശിവരാജ് പാട്ടീൽ, മീരാ കുമാർ. ഓക്കെ, സോ ഇതിൽ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ റാബി ജെ ഇതിൽ ഏറ്റവും ആദ്യം സർവീസിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബാൽറാം ജാങ്കർ ആണ്. ഓക്കെ, ബാൽറാം ജാഗർ 1985 to 89. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. റാബി ജെ ദെൻ 89 to 91 ആൻഡ് ശിവരാജ് പാട്ടീൽ 1991 to 1996. മീരാ കുമാർ 2009 തൊട്ട് 2014 വരെ. ഓക്കെ, സോ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. A2B1 ആണ് വരിക. A2B1C3D4. സോ A2B1C3D4 ഫോർത്ത് ഓപ്ഷൻ ആണ്. സോ ഫോർത്ത് ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ റാബി ജെ ഡിസംബർ 1989 to July 1991. ഡോക്ടർ ബൽറാം ജാഗർ January 1985 to December 1989. Shivraj Patil July 1991 to May 1996. Meera Kumar June 2009 to June 2014. ഓക്കെ, സോ ഇത്രയാണ് ഇങ്ങനെയാണ് അതിന്റെ ഇതായിട്ട് വരിക. ഓക്കെ, ലോകസഭാ സ്പീക്കേഴ്സ് ആണ്. അവരുടെ ടെന്യൂർ, അവരുടെ ഇയർ, അവരുടെ പേരുകൾ, അവരുടെ ക്രൊണോളജി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അബ്രഹാം മസ്ലോയുടെ തിയറി ഓഫ് നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അബ്രഹാം മസ്ലോന്റെ തിയറി ഓഫ് നീഡ്സിൽ കുറച്ചധികം നീഡ്സിനെ കുറിച്ച്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ കുറച്ചധികം നീഡ്സിനെ കുറിച്ച് മസ്ലോ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഒരു പിരമിഡ് പോലെയാണ് അദ്ദേഹം അതിന്റെ സ്ട്രക്ചറിൽ പറയുന്നത്. അതിൽ ലോവർ നീഡ്സും ഉണ്ട്, ഹയർ നീഡ്സും ഉണ്ട്. ഓക്കെ, സോ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഈ തിയറി ഓഫ് നീഡ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഏതൊക്കെ നീഡ്സ് ആണ് അവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ എ ഫിസിയോളജിക്കൽ നീഡ്സ്, ഓപ്ഷൻ ബി എസ്റ്റീം നീഡ്സ്, ഓപ്ഷൻ സി സെക്യൂരിറ്റി നീഡ്സ്, ഡി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ഇ സ്പിരിച്വൽ നീഡ്സ്.
ഓക്കെ, സോ ഇതിലൊന്ന് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സ്പിരിച്വൽ നീഡ്സ്. സ്പിരിച്വൽ നീഡ്സ് എബ്രഹാം മസ്ലോയുടെ തിയറി ഓഫ് നീഡ്സിൽ മെൻഷൻ ചെയ്യാത്ത നീഡാണ്. ഓക്കെ, സ്പിരിച്വൽ നീഡ്സിനെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നില്ല. സോ ഈ ഓപ്ഷൻ റോങ് ആണ്. സോ ഈ ഓപ്ഷൻ വരുന്ന എല്ലാ ഓപ്ഷൻസും റോങ് ആയിരിക്കും. സോ ഓപ്ഷൻ നമ്പർ 1, 2, 3 എല്ലാം കട്ടാണ്, ബിക്കോസ് അതിലൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇല്ലാത്ത ഒരു ഓപ്ഷൻ മാത്രമേ ഇതിലുള്ളൂ, ABCD. സോ ഫിസിയോളജിക്കൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ഈ നീഡ്സ് ഒക്കെ എബ്രഹാം മസ്ലോയുടെ തിയറി ഓഫ് നീഡ്സിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള നീഡ്സ് ആണ്. ഓക്കെ, സ്പിരിച്വൽ നീഡ്സ് ആണ് ഇക്കൂട്ടത്തിൽ ഇല്ലാത്തത്. സോ നമ്മുടെ ഓപ്ഷൻ നമ്പർ 4 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ്, ഓപ്ഷൻ നമ്പർ 4 ആണ് അതിന്റെ ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് ഈ നീഡ്സ് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. എബ്രഹാം മസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഈസ് എ തിയറി ഇൻ സൈക്കോളജി ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. The 5 stages of needs in Maslow's hierarchy are physiological needs. There are the most basic needs such as food, water, sleep and air. So ഒരു ഹ്യൂമൻ ബീയിങ്സിന് ആവശ്യമായിട്ടുള്ള നീഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ 5 സ്റ്റേജസ് ആണ് മെസ്ലോ തന്റെ തിയറി ഓഫ് നീഡ്സ് ആൻഡ് ഹൈറാർക്കിയിലൂടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതിൽ അദ്ദേഹം ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, എസ്റ്റീം നീഡ്സ് ഉണ്ട്, സെക്യൂരിറ്റി നീഡ്സ് ഉണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ലോവർ ആയിട്ട് വരുന്ന ഒരു പിരമിഡ് നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള പൊസിഷനിൽ വരുന്ന നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. അതായത് ബേസിക് ആയിട്ടുള്ള നീഡ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഫുഡ്, വാട്ടർ, സ്ലീപ്പ് ആൻഡ് എയർ, ഇതൊക്കെയാണ് അവരുടെ ബേസിക് നീഡ്സ്. ദെൻ അതിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോകുമ്പോഴാണ് എസ്റ്റീം നീഡ്സും സെക്യൂരിറ്റി നീഡ്സും ഒക്കെ വരുന്നത്. എസ്റ്റീം നീഡ്സ് എന്താണ്? ദീസ് ആർ നീഡ്സ് റിലേറ്റഡ് ടു റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം ആൻഡ് എസ്റ്റീം ഓഫ് അതേഴ്സ്. സോ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നീഡാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി നീഡ്സ് എന്താണ്? സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ലൈഫ്. ഓക്കെ, ഇത്തരം നീഡ്സിനെയാണ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. This refers to the realization of one's full potential and personal growth. സോ അത് ഏറ്റവും എക്സ്ട്രീമിലുള്ള, അതായത് ഒരു പിരമിഡിന്റെ സ്ട്രക്ചർ നിങ്ങൾ ആലോചിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ലോവർ പാർട്ടിലുള്ള നീഡാണ് എന്ത്? ഫിസിയോളജിക്കൽ നീഡ്. സോ ഇതിലെ ഓരോ സ്റ്റേജുകൾ കടന്നു വരുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് എത്തും. ഒരു മനുഷ്യൻ അവന്റെ ഫുൾ പൊട്ടൻഷ്യലും ഫുൾ ഗ്രോത്തും നേടാൻ വേണ്ടി പറ്റും. ഇതാണ് എബ്രഹാം മസ്ലോയുടെ സ്റ്റേജസ് ഓഫ് എന്താ പറയുക നീഡ്സ് എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബേസിക്കൽ നീഡ്സിൽ നിന്നും സ്റ്റേജസ് കയറി അതിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജ് ആയിട്ടുള്ള ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ഒരു മനുഷ്യൻ അവന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്കും ഫുൾ എന്താ പറയുക പേഴ്സണൽ ഗ്രോത്തിലേക്കും എത്തിച്ചേരുന്ന ഒരു സ്റ്റേജാണ് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ 5 സ്റ്റേജസ് ഓഫ് നീഡ്സിൽ മെയിൻ ആയിട്ട് മെസ്ലോ അഭിപ്രായപ്പെടുന്നത് നീഡ്സ്. ഓക്കെ, സോ ഇത്രയാണ് എബ്രഹാം മസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. റെൻസിസ് ലിക്കേർട്ടിന്റെ മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റെൻസിസ് ലിക്കേർട്ട് കൺസിഡേഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം 1-4 ആസ് എ മോഡൽ ഓഫ് മാനേജ്മെന്റ്. ദേ ആർ സോ റെൻസിസ് ലിക്കേർട്ട് എന്ന് പറയുന്ന തിങ്കർ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ 4 ടൈപ്സ് ഓഫ് മോഡൽസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ 4 മോഡൽസ് ഓഫ് മാനേജ്മെന്റ്സ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്, അതിൽ പെടാത്ത ഏതാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ഫൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം, കോൺസലേറ്റീവ് സിസ്റ്റം, ബെനവലന്റ് അതോറിറ്റേറ്റീവ് സിസ്റ്റം, എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് സിസ്റ്റം, മെച്യൂരിറ്റി ആൻഡ് ഇമ്മെച്യൂരിറ്റി. സോ നമുക്ക് ഇതിലും എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്? പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം, കോൺസലേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം, ബെനവലന്റ് അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം, എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം, ഈ 4 സിസ്റ്റത്തെ കുറിച്ചും റെൻസിസ് ലിക്കേർട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 4 മോഡൽസ് ഓഫ് മാനേജ്മെന്റ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളവയാണ്. മെച്യൂരിറ്റി ആൻഡ് ഇമ്മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഓഫ് മാനേജ്മെന്റ് റെൻസിസ് ലിക്കേർട്ട് നടത്തിയിട്ടില്ല. സോ ഇ എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇ എന്ന ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻസിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ എല്ലാം ഡിലീറ്റഡ് ആവും. അങ്ങനെ 4th ഓപ്ഷൻ ABCD ഓൺലി എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ABCD ഇതൊക്കെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കിനി ഇത് ഓരോന്നും എന്താണെന്ന് ചെറിയ രീതിയിൽ നോക്കാം. അതായത് റെൻസിസ് ലിക്കേർട്ട് എന്ന് പറയുന്ന ഒരു തിങ്കർ മാനേജ്മെന്റിൽ 4 മോഡൽസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 4 ടൈപ്സ് ഓഫ് മാനേജ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം. പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് മാനേജ്മെന്റിന്റെ ഒരു മോഡൽ എങ്ങനെയാണ്? എ സിസ്റ്റം വെർ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഷെയർഡ് ആൻഡ് സബോർഡിനേറ്റ്സ് ആർ ഗിവൺ മോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓട്ടോണമി.
സോ പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഈ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സബോർഡിനേറ്റ്സ്, മാനേജർ മാത്രമല്ല അല്ലെങ്കിൽ ഹയർ ബോഡീസ് മാത്രമല്ല, അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനൊക്കെ ഒരു റോളുള്ള ഡിസിഷൻ മേക്കിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെയാണ് പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഓട്ടോണമി കൂടെ പ്രൊവൈഡഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then consultative system. Consultative system, in this system managers involves employees in decision making, but the final decisions are still made by the management. So participative systemത്തിൽ നിന്നും കോൺസലേറ്റീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സിസ്റ്റത്തിൽ എന്തായിരുന്നു, ഡിസിഷൻ മേക്കിങ്ങിൽ കൃത്യമായിട്ടുള്ള റോള് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ കൺസൾട്ടേറ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, മാനേജേഴ്സ് സബോർഡിനേറ്റ്സുമായിട്ട് ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഫൈനൽ ഡിസിഷൻ എപ്പോഴും മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഫൈനൽ ഡിസിഷൻസ് എപ്പോഴും മാനേജ്മെന്റ് ആയിരിക്കും ചെയ്യേണ്ടാവുക. ഇനി ബെനവലന്റ് അതോറിറ്റേറ്റീവ് സിസ്റ്റം, എ സിസ്റ്റം വെർ മാനേജേഴ്സ് ആർ സ്റ്റിൽ അതോറിറ്റേറ്റീവ് ബട്ട് ആക്ട് വിത്ത് എ ഡിഗ്രി ഓഫ് ബെനവലൻസ് ടുവേർഡ്സ് ദെയർ സബോർഡിനേറ്റ്സ്. സോ നമ്മൾ ഇനി വരുന്നത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. സോ ഇതിൽ രണ്ട് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, ബെനവലന്റ് അതോറിറ്റേറ്റീവും എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഒരു കൈൻഡ് ഓഫ് അതോറിറ്റി മാനേജേഴ്സ് എംപ്ലോയീസിന്റെ മുകളിൽ എന്താ പറയാ ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റത്തിലും കൺസൾട്ടേറ്റീവ് സിസ്റ്റത്തിലും നമ്മൾ കാണാത്ത ഒരു തരത്തിലുള്ള അതോറിറ്റി, അതായത് മാനേജേഴ്സ്, നമ്മൾ മാനേജേഴ്സ് ആണ്, നിങ്ങൾ സബോർഡിനേറ്റ്സ് ആണ്, യു ഷുഡ് ഒബേ മീ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അതോറിറ്റി. അത് ഈ മാനേജേഴ്സ് തന്റെ സബോർഡിനേറ്റ്സിന്റെ മുകളിൽ ഈ രണ്ട് മോഡലിലും കാണിക്കുന്നുണ്ട്. അതായത് ബെനവലന്റിലും എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിലും ഈ ഒരു അതോറിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ ബിനവലന്റിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മാനേജേഴ്സ് അതോറിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ സബോർഡിനേറ്റ്സിനോട് ഒരു ബിനവലൻസ്, ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ദയ ആര് കാണിക്കാറുണ്ട്, മാനേജേഴ്സ് കാണിക്കാറുണ്ട്. പക്ഷെ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലോങ് വിത്ത് ദിസ് അതോറിറ്റി കൂടുതലായിട്ടും എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് മാനേജേഴ്സ് ശ്രമിക്കുന്നത്. അവരുടെ യാതൊരു വിധത്തിലുള്ള നീഡ്സിനോ അല്ലെങ്കിൽ അവരുടെ യാതൊരു വിധത്തിലുള്ള വെൽഫെയറിനോ മാനേജേഴ്സും മാനേജ്മെന്റ് സിസ്റ്റവും കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിൽ ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ വെൽഫെയറിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്തൊരു സിസ്റ്റമാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലില്ലാത്തത് മെച്യൂരിറ്റി, ഇമ്മെച്യൂരിറ്റി. അത് ലിക്കർട്ടിന്റെ ഫോർ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു, കൺസൾട്ടേറ്റീവ് സിസ്റ്റം, ബെനവലന്റ് അതോറിറ്റേറ്റീവ് സിസ്റ്റം, പിന്നെ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് സിസ്റ്റം. ഓക്കെ, ഇത്രയാണ് ഈ 4 മോഡൽസ് ഓഫ് മാനേജ്മെന്റ് റെൻസിസ് ലിക്കർട്ടിൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് ഐഡിയാസ് അസോസിയേറ്റഡ് വിത്ത് ഡഗ്ലസ് മക്ഗ്രിഗർ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. സോ ഡഗ്ലസ് മക്ഗ്രിഗറിന്റെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐഡിയാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, തിയറി എക്സും തിയറി വൈയും തന്നിട്ടുണ്ട് ഓപ്ഷൻസിൽ. പക്ഷേ തിയറി ആൻഡ് എക്സ് ആൻഡ് വൈയുടെ എന്താ പറയാ എക്സ്പ്ലനേഷനും കൂടെ തന്നെ തന്നിട്ടുണ്ട്. സോ ഡഗ്ലസ് മക്ഗ്രിഗർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറി തന്നെയാണ് തിയറി ഓഫ് എക്സും തിയറി ഓഫ് വൈയും. ഓക്കെ, ബട്ട് അതിൽ തന്നിട്ടുള്ള ഇവിടെ എന്താണ് ഒരു ട്രിക്കി പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ തിയറിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ എക്സ്പ്ലനേഷൻസ് ഇവിടെ റോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് പെട്ടെന്ന് കുട്ടികൾ കാണുമ്പോൾ തിയറി ആൻഡ് എക്സ് ആൻഡ് വൈ കൊടുത്തിട്ടുണ്ട് എ ആൻഡ് ബി, സോ അത് മക്ഗ്രിഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യും, കറക്റ്റ് ഓപ്ഷൻസ് ആയിട്ട് പരിഗണിക്കും. പക്ഷെ അതങ്ങനെയല്ല, തിയറി ഓഫ് എക്സും തിയറി ഓഫ് വൈയുമായി എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് റോങ് ആയിട്ടാണ്. തിയറി എക്സ് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ദ ഓൾട്ടർനേറ്റീവ് അസംഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ. സോ ഇന്റഗ്രേഷനും സെൽഫ് കൺട്രോളും തിയറി ഓഫ് എക്സിന്റെ ഭാഗമായിട്ടും ദ കൊയേസീവ് കമ്പൽഷൻസ് തിയറി വൈയുടെ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് റോങ് ആണ്. കൊയേസീവ് കമ്പൽഷൻസ് തിയറി ഓഫ് എക്സുമായിട്ട് ബന്ധപ്പെട്ടതും ഇന്റഗ്രേഷൻ സെൽഫ് കൺട്രോളും തിയറി ഓഫ് വൈയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അത് മാറി മാറിയാണ് കൊടുത്തിട്ടുള്ളത്. സോ എയും ബിയും റോങ് ആണ്. പിന്നെ സ്കാൻലൻ പ്ലാൻ ദ ഹ്യൂമൻ സൈഡ് ഓഫ് എന്റർപ്രൈസ് ലിങ്കിങ് പിൻ മോഡൽ. ഇതിൽ ലിങ്കിങ് പിൻ മോഡൽ ആരുടേതാണ്? ഡഗ്ലസ് മക്ഗ്രിഗറിൻ്റെതല്ല, ലെൻസിസ് ലിക്കർട്ടിന്റെ കൺസെപ്റ്റ് ആണ് ലിങ്കിങ് പിൻ മോഡൽ എന്ന് പറയുന്നത്. സോ നമുക്ക് എയും ബിയും ഇയും ഡിലീറ്റ് ചെയ്ത് കളയാം. എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് മാറ്റി നിർത്താം. സോ ഈ മാറ്റി നിർത്തുമ്പോൾ തന്നെ ഓപ്ഷൻ 1 റോങ് ആണ്. പിന്നെ എയും ബിയും മാറ്റി നിർത്തുമ്പോൾ ഓപ്ഷൻ 3യും 4ഉം റോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ്. സിയും ഡിയും ആണ്. സ്കാൻലൻ പ്ലാനും ദ ഹ്യൂമൻ സൈഡ് ഓഫ് എന്റർപ്രൈസ്. ഹ്യൂമൻ സൈഡ് ഓഫ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് ഡഗ്ലസ് മക്ഗ്രിഗറിന്റെ പുസ്തകത്തിന്റെ പേരാണ്. ഓക്കെ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. സോ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഓപ്ഷൻ നമ്പർ 2 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ, സി ഡി.
ഓക്കെ. സോ എന്താണ് തിയറി ഓഫ് എക്സ്? എന്താണ് തിയറി ഓഫ് എക്സ്? Describes a management style where managers assumes employees are inherently lazy, dislike work, and need to be controlled and coerced. The alternative assumptions of integration and self-control are characteristic of theory of Y, not theory of X. So coercive compulsions. തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് സ്റ്റൈലാണ് ഇൻ വെയർ, അതായത് ഈ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് ഈ തൊഴിലാളികൾ ഇൻഹറന്റ്ലി ബേസിക്കലായിട്ട് അവർ ലേസിയും അവർ പണിയെടുക്കാൻ മടിയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് എപ്പോഴും കൊയേഴ്സീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച്, എന്താ പറയുക, നിർബന്ധിതമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം, കൂടുതൽ സ്ട്രിക്റ്റ് ആവണം എന്നുള്ളതാണ് തിയറി ഓഫ് എക്സ് സൂചിപ്പിക്കുന്നത്. ആണ് എന്നുള്ളതാണ് തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നത് അത്തരം മാനേജ്മെന്റ് സ്റ്റൈലിനെ സൂചിപ്പിക്കുന്ന തിയറിയാണ്. ഇനി തിയറി ഓഫ് വൈ എന്താണെന്ന് നോക്കാം. തിയറി ഓഫ് വൈ posit that employees are self-motivated, enjoy work and seek responsibility and can exercise self-direction. അതായത് തിയറി ഓഫ് വൈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള മാനേജ്മെന്റ് സ്റ്റൈലിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഈ ഒരു മാനേജ്മെന്റ് സ്റ്റൈലിൽ എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ആർ സെൽഫ് മോട്ടിവേറ്റഡ്, ദേ എൻജോയ് വർക്ക് ആൻഡ് ദേ സീക്ക് റെസ്പോൺസിബിലിറ്റി. സോ അവർ റെസ്പോൺസിബിൾ ആണ്, അവർ വർക്ക് എൻജോയ് ചെയ്യുന്നവരാണ്, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് അവരുടെ മുകളിൽ തന്നെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ട് എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് മാനേജ്മെന്റ് അത്ര കൊയേഴ്സീവായിട്ടല്ലാതെ എംപ്ലോയീസിനോട് ഇടപഴകുന്നതാണ് തിയറി ഓഫ് വൈ സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കൊയേഴ്സീവ് കമ്പൽഷൻസ് തിയറി ഓഫ് എക്സുമായിട്ടും, രണ്ടാമത്തത് ഓൾട്ടർനേറ്റീവ് അസംഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് തിയറി വൈയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. സോ ഇത് രണ്ടും മാറി മാറി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻസ് എയും ബിയും റോങ് ആണ്. ഇനി സ്കാൻലൻ പ്ലാൻ. Scanlon Plan is gain sharing program designed to encourage employee participation and cost reduction. It aligns with the participative management philosophy by McGregor. സോ മെക്ഗ്രിഗറിന്റെ ഐഡിയാസ് ആയിട്ട് മെക്ഗ്രിഗർ കൊണ്ടുവന്നിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഐഡിയ അല്ല സ്കാൻലൻ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ സ്കാൻലൻ പ്ലാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, അതായത് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഇത്തരം പോയിന്റ്സ് അദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഐഡിയാസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഈ ഓപ്ഷൻസിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്, മെക്ഗ്രിഗറിന്റെ ആശയങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു ഐഡിയ ആണ് സ്കാൻലൻ പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സി ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് മാറുന്നത്. ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഹ്യൂമൻ സൈഡ് ഓഫ് എന്റർപ്രൈസ്. അത് അദ്ദേഹം 1960 പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സെമിനൽ വർക്കിന്റെ പേരാണ് ഹ്യൂമൻ സൈഡ് ഓഫ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേമസ് തിയറി ആയിട്ടുള്ള തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, തിയറി എക്സ് തിയറി വൈ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ദി ഹ്യൂമൻ സൈഡ് ഓഫ് എന്റർപ്രൈസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഈ പുസ്തകം 1960 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ദെൻ ലിങ്കിങ് പിൻ മോഡൽ. ലിങ്കിങ് പിൻ മോഡൽ എന്ന് പറയുന്നത് റെൻസിസ് ലിക്കേർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലിങ്കിങ് പിൻ മോഡൽ എന്ന് പറയുന്നത്. അത് ഡഗ്ലസ് മെക്ഗ്രിഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ റോങ് ആണ്. സോ എയും ബിയും ഇയും ഓപ്ഷൻ റോങ് ആണ്, സിയും ഡിയും ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 10ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആസ് പെർ ദെയർ ഇയർ ഓഫ് ഫോർമേഷൻ. സോ അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇയറിനനുസരിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് നോക്കാം. സെർവൻസ് ഓഫ് ദ പീപ്പിൾ, ഉക്രൈൻ ബേസ്ഡ് പാർട്ടിയാണ്. ലിബറൽ പാർട്ടി ഓഫ് കാനഡ, അവാമി ലീഗ് ഫ്രം ബംഗ്ലാദേശ്, ഡെമോക്രാറ്റിക് പാർട്ടി ഇൻ USA ആൻഡ് ബിജു ജനതാദൾ ഇന്ത്യ. സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. സോ ഇതിൽ ഏതൊക്കെയാണ് ക്രോണോളജിക്കലി നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിലാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഇതിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും. ഓഫ് കോഴ്സ് USA വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. 1828 സംതിങ് ആണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ രണ്ടാമത് വരുന്നത് അവാമി ലീഗ് ആണ്. അവാമി ലീഗ് 1949 ക്രിയേറ്റ് രണ്ടാമത് വരുന്നത് ലിബറൽ പാർട്ടി ഓഫ് കാനഡ, കാനഡയിലെ പാർട്ടിയാണ്. 1867 അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് അവാമി ലീഗ് ആണ്. അവാമി ലീഗ് 1949 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ബിജു ജനതാദൾ 1977 സംതിങ് ആണ്. ദെൻ സെർവൻസ് ഓഫ് ദ പീപ്പിൾ, ഉക്രൈൻ 2018 ഉക്രൈൻ പാർട്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പാർട്ടി സെലൻസ്കി, ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കിയുടെ നേതൃത്വത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് സെർവൻസ് ഓഫ് ദ പീപ്പിൾ, ഉക്രൈൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. സോ ഇതിന്റെ ഓർഡർ ആയിട്ട് വരുന്നത് DBCEA, റൈറ്റ്. DBCEA 4th ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക, ഉത്തരമായിട്ട് വരിക. യെസ്, DBCEA ആണ്.
സോ നമുക്കത് നോക്കാം. ഡെമോക്രാറ്റിക് പാർട്ടി ഫോം ചെയ്തിരിക്കുന്നത് 1828-ലാണ്. ലിബറൽ പാർട്ടി ഓഫ് കാനഡ ഫോം ചെയ്തിരിക്കുന്നത് 1867-ലാണ്. അവാമി ലീഗ് 1949-ലാണ്. ബിജു ജനതാദൾ 1997-ലും 77 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ ഇത് ബിജു ജനതാദൾ 1997-ലാണ് ഫോം ചെയ്യുന്നത്. പിന്നീട് സെർവൻസ് ഓഫ് ദ പീപ്പിൾ 2018-ലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ളത്. പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസും അത് ഫോം ചെയ്തിട്ടുള്ള ഇയറും പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ് എക്സാമിൽ. ഓക്കെ, സോ 11th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ലൂതർ ഗള്ളിക് ഫോർ ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. സോ ലൂതർ ഗള്ളിക്ക് ഡിപ്പാർട്ട്മെന്റലൈസേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ 4 പാർട്ടുകളെ കുറിച്ച്, 4 പ്രധാനപ്പെട്ട പീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് 4 പീസ്. ഓക്കെ, ഇൻ കോമ, അതായത് 4 പീസ്. പിയിൽ തുടങ്ങുന്ന 4 കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ് എന്ന് ലൂതർ ഗള്ളിക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പർപ്പസ്, പ്രോസസ്, പേഴ്സൺസ്, പ്ലേസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. സോ ഇതിൽ അദ്ദേഹം മെൻഷൻ ചെയ്യാത്തത് പ്രൊട്ടസ്റ്റ് ആണ്. സോ ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ABCDE അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സി. ഓക്കെ, ABCD. പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ് അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രൊട്ടസ്റ്റ് ഇതിലില്ലാത്തതാണ്. ഓക്കെ, so നമുക്ക് നോക്കാം. ലൂതർ ഗള്ളിക്, എ prominent scholar in public administration, outlined 4 main bases of departmentalization. Purpose. Departmentalization based on the purpose or goal of the department. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട പീസാണ് ഈ 4 എന്ന് പറയുന്നത്. സോ അതിൽ പർപ്പസ്, ഒരു ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു പർപ്പസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. രണ്ടാമത്തത് പ്രോസസ് ആണ്. ഗ്രൂപ്പിംഗ് ബേസ്ഡ് ഓൺ ദ പ്രോസസ്സസ് ഓർ മെത്തേഡ്സ് യൂസ്ഡ് ടു അക്കംപ്ലിഷ് ടാസ്ക്. സോ അതിൽ ഒരു പ്രോസസ്സ് ഉണ്ടാവണം. ആ പ്രോസസ്സിനനുസരിച്ചിട്ടുള്ള ഗ്രൂപ്പിംഗ്സ് നടക്കണം. Then persons. This refers to grouping based on the skill or expertise of individuals. Okay, persons വളരെ important ആണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ. Place. Grouping based on the geographical location or territory. Okay, place വളരെ important ആണ്. സോ ഈ 4 പീസ് ആണ് ഡിപ്പാർട്ട്മെന്റലൈസേഷന്റെ ഭാഗമായിട്ട് ലൂതർ ഗള്ളിക്ക് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ്. ഓക്കെ, സോ നമ്മൾ 12ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, അക്കോർഡിംഗ് ടു മോണ്ടെവീഡിയോ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ് 1933, ദ സ്റ്റേറ്റ് ഹാസ് 4 ഫീച്ചേഴ്സ്. സോ മോണ്ടെവീഡിയോ കൺവെൻഷൻ അനുസരിച്ച് 1933-ലെ മോണ്ടെവീഡിയോ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സ്റ്റേറ്റ് അനുസരിച്ച് ഒരു സ്റ്റേറ്റിന് 4 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ടാവണം എന്ന് അവിടെ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ 4 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? A defined territory, a permanent population, an effective government, the capacity to enter into relations with other states, freedom to form the union. സോ ഇതിൽ ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 4 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഡിഫൈൻഡ് ടെറിട്ടറി റൈറ്റ് ആൻസർ ആണ്. എ പെർമനന്റ് പോപ്പുലേഷൻ റൈറ്റ് ആൻസർ ആണ്. എൻ ഇഫക്റ്റീവ് ഗവൺമെന്റ് റൈറ്റ് ആൻസർ ആണ്. ദ കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു റിലേഷൻ വിത്ത് അതർ സ്റ്റേറ്റ് അതും റൈറ്റ് ആൻസർ ആണ്. ഇതിന്റെ റോങ് ആൻസർ ആയിട്ട് വരുന്നത് ഇ ആണ്. സോ നമ്മൾ ഇനെ ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ABCD എന്ന് പറയുന്നതാണ് ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ നമ്പർ എ ആണ്. ഡിഫൈൻഡ് ടെറിട്ടറി, പെർമനന്റ് പോപ്പുലേഷൻ, ഇഫക്റ്റീവ് ഗവൺമെന്റ് ആൻഡ് ദി കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു റിലേഷൻസ് വിത്ത് അതർ സ്റ്റേറ്റ്സ്. ഇതൊക്കെയാണ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട 4 ഫീച്ചേഴ്സ് ആയിട്ട് മോണ്ടെവീഡിയോ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സ്റ്റേറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കൊരു convention കുറിച്ച് കുറച്ച് നോക്കാം. Montevideo Convention is a treaty signed at Montevideo, Uruguay on December 26, 1933 during the 7th International Conference of American States. It codified the declarative theory of statehood as accepted under international law. This theory states that in entities statehood is independent of its recognition by other states as long as it meets certain criteria. So നമ്മൾ 4 ഫീച്ചേഴ്സ് പറഞ്ഞു. മോണ്ടെവിഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ജസ്റ്റിസ് മീൻസ് വാട്ട്? 3 ജസ്റ്റിസിനെ കുറിച്ച് നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? ആ 3 ജസ്റ്റിസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ സോഷ്യൽ ജസ്റ്റിസ്, ഓപ്ഷൻ ബി അബ്സല്യൂട്ട് ഇക്വാലിറ്റി, ഓപ്ഷൻ സി ഇക്കണോമിക് ജസ്റ്റിസ്, ഡി പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇ മിലിറ്ററി ജസ്റ്റിസ്. സോ 3 ജസ്റ്റിസിനെ കുറിച്ചിട്ടാണ് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അബ്സല്യൂട്ട് ഇക്വാലിറ്റി റോങ് ആണ്, മിലിറ്ററി ജസ്റ്റിസും റോങ് ആണ്. സോ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ചിട്ടാണ്. ഈ 3 ജസ്റ്റിസ് ആണ് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് ACD ആണ്. ഓപ്ഷൻ നമ്പർ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, സോ അത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നുള്ളത്? സോഷ്യൽ ജസ്റ്റിസ് എന്താണ്? ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സൊസൈറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വർക്ക് സോ എലിമിനേറ്റ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്.
സോ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഇറസ്പെക്റ്റീവ്സ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഇക്കണോമിക്കലോ അല്ലെങ്കിൽ എന്താ ജെൻഡറോ അല്ലെങ്കിൽ അവരുടെ റിലീജിയനോ സ്കിൻ കളറോ ഒന്നിന്റെ ബേസിലും യാതൊരാൾക്കും ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട്. ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആക്സസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് എ കൺട്രി. അതായത് നമ്മുടെ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യുക, വോട്ട് ചെയ്യുക, ഇതുപോലത്തെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ടല്ലോ, അതിലെല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 3 തരത്തിലുള്ള ജസ്റ്റിസുകളെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, മിലിറ്ററി ജസ്റ്റിസിനെ കുറിച്ച് പ്രയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഒപ്പം തന്നെ അബ്സല്യൂട്ട് ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ പോലും അത് ജസ്റ്റിസിന്റെ ഭാഗമായിട്ടല്ല പ്രയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് ഇൻഡിവിജ്വൽസിന്റെ പേര് ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്. പിന്നെ അവർ ഹെൽഡ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് നമുക്ക് ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. സോ ആരൊക്കെയാണ് ഏതൊക്കെ പൊസിഷൻസ് ആണ് ഹെൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാം. KPS മേനൻ ഹെൽഡ് ചെയ്തിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ കൊറിയ. അതാണ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ, കൊറിയയിലേക്കുള്ള യുണൈറ്റഡ് നേഷൻസ് കമ്മീഷനാണ് KPS മേനൻ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ജസ്റ്റിസ് ഫസൽ അലി, എല്ലാവർക്കും അറിയുന്ന ഓപ്ഷൻ ആയിരിക്കും, ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്റ്റേറ്റിനെ ഒക്കെ ലാംഗ്വേജിന്റെ ബേസിൽ റീഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്മീഷൻ ആയിരുന്നു സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. സോ അതിന്റെ ചെയർമാൻ ആയിരുന്നു ജസ്റ്റിസ് ഫസൽ അലി. ദെൻ ജനറൽ KS തിമ്മയ്യ, ചെയർമാൻ ഓഫ് ദി ന്യൂട്രൽ നേഷൻസ് റിപ്പാട്രിയേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. നളിനി രഞ്ജൻ സർക്കാർ, ദ പ്രസിഡന്റ് ഓഫ് ദി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. സോ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് A1 B3 C2 അങ്ങനെയായിരിക്കും. A1 B3 C2 D4. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, A1 B3 C2 D4. യെസ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, KPS ചെയർമാൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ കൊറിയ, ദെൻ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി, ജനറൽ KS തിമ്മയ്യ, ചെയർമാൻ ഓഫ് ദി ന്യൂട്രൽ നേഷൻസ് റിപ്പാട്രിയേഷൻ കമ്മീഷൻ, നളിനി രഞ്ജൻ സർക്കാർ, ദ പ്രസിഡന്റ് ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓൺ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, ഇതിൽ ഫസൽ അലി വളരെ സിമ്പിൾ ആണ്, KPS മേനോനും കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഓക്കെ, ഈ 2 ഓപ്ഷൻസ് ശരിയായാൽ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്, 15th ക്വസ്റ്റ്യൻ. ഇതൊരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിന്റെ പേരുകൾ തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അവ നടന്നിട്ടുള്ള ഇയറിനനുസരിച്ച് നമ്മൾ അതിനെ മാച്ച് ദ ലിസ്റ്റ് ചെയ്യാണ് വേണ്ടത്. സോ UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിന്റെ പേരുകളും അത് ഏതൊക്കെ രാജ്യത്ത് നടന്നു, ഏത് ഇയറിൽ നടന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, ക്രോണോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്, ഇതുപോലെ മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. സോ യുണൈറ്റഡ് നേഷൻസ് ട്രൂസ് സൂപ്പർവിഷൻ ഓർഗനൈസേഷൻ 1948 ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓർഗനൈസേഷൻ ആണ്. ജെറുസലേം ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിലെ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, യുണൈറ്റഡ് നേഷൻസ് ട്രൂസ് സൂപ്പർവിഷൻ ഓർഗനൈസേഷൻ. ദെൻ യുണൈറ്റഡ് നേഷൻസ് മിഷൻ ഇൻ ദ സുഡാൻ അണ്ടർ റെസൊല്യൂഷൻ 1590. സോ സുഡാനിൽ നടന്നിട്ടുള്ള യുണൈറ്റഡ് നേഷൻ മിഷൻ ഏത് ഇയറിലാണ്? ഇത് 2005 നടന്നിട്ടുള്ളതാണ്. ഇതിലുള്ളതിൽ കമ്പാരിറ്റീവ്ലി റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു മിഷനാണ് സുഡാനിലേത്. ദെൻ യുണൈറ്റഡ് നേഷൻസ് ഇൻട്രീം ഫോഴ്സ് ഇൻ ലെബനൻ സിവിൽ വാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 1978 ഈ മിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഫോഴ്സ് ഇൻ സൈപ്രസ് 1964. സോ ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്ന ഇതിന്റെ ലിസ്റ്റ് ആയിട്ട് വരുന്നത്, ഉത്തരമായിട്ട് വരുന്നത് എന്തായിരിക്കും? A2 B1 C4, A2 B1 C4 ഒക്കെ ആയിരിക്കും. A2 B1 C4 D3. റൈറ്റ്. സോ ഓപ്ഷൻ നമ്പർ A ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. യെസ്. സോ ഇത്രയാണ് ഈ ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇത് ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് ട്രൂസ് സൂപ്പർവിഷൻ 1948 ജെറുസലേമിന് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മിഷനാണ്. സുഡാനിൽ 2005 ലബനനിൽ 1978 ദെൻ സൈപ്രസിൽ 1964. സോ UN പീസ് കീപ്പിംഗ് മിഷൻസിന്റെ പേരും അത് ഏതൊക്കെ രാജ്യത്ത് നടന്നു, ഏതൊക്കെ ഇയറിൽ നടന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ കൂടുതലായിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ പ്രസിഡന്റിന്റെ നെയിം, അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൺസെപ്ച്വൽ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളിൽ നിന്നും കൺസെപ്ച്വൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡഗ്ലസ് മക്ഗ്രിഗറിന്റെ കൺസെപ്റ്റുകൾ, റെൻസിസ് ലിക്കേർട്ടിന്റെ കൺസെപ്റ്റുകൾ, സോ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു.
ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു 15 ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.